വിഷയമാവും. കാര്യം ഫാമിലി വ്ളോഗ്സിൽ തന്നെ ചരിത്രം കുറിച്ചിട്ടാണ് ആ ഒരു വ്യൂസ് ആണ് ആ ഒരു വീഡിയോയിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഉപദേശിച്ച ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. ഇവരുടെ ഫാമിലി അവരുടെ ഇഷ്യൂ, അവരത് എന്തെങ്കിലും ആക്കട്ടെ, ഫുൾ ടൈം നമ്മൾ അതിന്റെ പുറകെ നടന്ന് നമ്മൾ നമ്മുടെ ലൈഫ് കളയാതിരിക്കുക. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് ടൈം ഇതൊക്കെ എന്താണ് നോക്കി വിടുക. ഫുൾ ടൈം അതെന്താണ് അവരെന്താണെന്ന് നോക്കി നടക്കേണ്ട കാര്യം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്നലെ രാത്രി 12 മണി മുതൽ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രവീൺ കൊച്ചു കണ്ടന്റിനെ പറ്റി. ഇപ്പോൾ യൂട്യൂബിൽ വീണ്ടും അടിച്ചടിച്ച് കയറുകയാണ് ലക്ഷക്കണക്കിന് വ്യൂസ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, കുറേ പേര് എന്നോട് കമൻറ്റ് വിട്ടു. അപ്പോഴാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. ജിമ്മെല്ലാം കഴിഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മുട്ടയൊക്കെ മേടിച്ച് അടിച്ചിറക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ഇതൊക്കെ ഒരു അഭിനയമാണെങ്കിലോ, ഇതെല്ലാം ഒരു അഭിനയമാണെങ്കിലോ. കാര്യം റീച്ചിന് വേണ്ടി എന്തും ചെയ്യാൻ പറ്റും. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറഞ്ഞത്, അതായത് കൊച്ചുവിൻ്റെ ഏതൊരു ചാനലുണ്ടല്ലോ ഇപ്പോൾ വീഡിയോ വന്നേ. അപ്പോൾ ആ ഒരു ചാനലിൽ ഇവരുടെ അമ്മയും കൊച്ചും കൂടെ ആ കൊച്ചിനെ എടുത്തിട്ട്, അതായത് പ്രവീണിൻ്റെ ഭാര്യയ്ക്കുണ്ടായ മൃദുല ചേച്ചിനെ കൊച്ചിനെ എടുത്തുകൊണ്ട് താരാട്ട് പാടുന്ന യോയോ മറ്റേ വീഡിയോ ഉണ്ട്, ഓമനത്തെ വീഡിയോ. അപ്പോൾ ഈ മറ്റേ കല്യാണം കഴിഞ്ഞ നമ്മുടെ മൃദുല ചേച്ചി പ്രവീൺ ചേച്ചിൻ്റെ വീഡിയോയിൽ പ്രസവിക്കുന്നതിന് മുമ്പ് ഉപദ്രവിച്ചു, വയറ്റി ചവിട്ടി, വീണു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. വീട്ടുകാരിങ്ങനെ അപ്പോഴാണ് ചെയ്തത്, അതായത് ഡെലിവറിക്ക് മുമ്പേ ആണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മുടെ കൊച്ചുവിൻ്റെ ചാനലിൽ നോക്കുമ്പോൾ കൊച്ചു അമ്മയൊക്കെ ഈ വാവേനെടുത്ത് താരാട്ട് പാടുന്ന വീഡിയോയും ഉണ്ട്. എന്നാൽ ഇതിന് മുമ്പേ ആണ് ഇവർ ചവിട്ടി എത്ര അടി ബഹളം ഉണ്ടായെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ വീഡിയോ ഒക്കെ വന്നത്? അപ്പോൾ എന്താലോചിക്കുമ്പോൾ നമുക്കിതിനൊരു അന്തവും കുന്തവും കിട്ടുന്നില്ല. അവസാനമായിട്ട് പ്രവീൺ മൃദുല അവരുടെ ചാനലിലാണ് വീഡിയോ വന്നത്. അപ്പോൾ ആ വീഡിയോയിൽ തെളിവ് സഹിതം കൊടുത്തുകൊണ്ട് നമുക്കിപ്പോൾ അവരുടെ ഭാര്യയും ഭർത്താവ് അവരുടെ ഭാഗത്താണ് ശരിയെന്ന് വിശ്വസിച്ച് അവരുടെ കൂടെ നിൽക്കാനാണ് നമുക്ക് പറ്റുക. ഇനി കൊച്ചു അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടെ എന്തായാലും ഒരു വീഡിയോ ഇട്ടാൽ നമുക്ക് ബാക്കി കിട്ടും. ഒരു വീഡിയോ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നില്ല, ഇട്ട് കഴിഞ്ഞാൽ ബാക്കി പറയാം. ഇപ്പം നിലവിൽ അവർക്ക് ഓസ്കാർ കൊടുക്കേണ്ട രീതിയിലാണ് റീസെൻ്റ്ലി കൊച്ചും അച്ഛനും അമ്മയൊക്കെ കരഞ്ഞു മെഴുകി അഭിനയിച്ചൊരു വീഡിയോ ഇട്ടേ. അപ്പോൾ എന്താണ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ കുറേ പേര് ഫ്രീക്ക് ഏജന്റ് അരിയണ്ണനായോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇന്നലെ വീട്ടിലിരുന്ന് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വിളിച്ച് വന്ന ഫ്രീക്ക് ഏജന്റ് ആവാന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൂവിൻ്റെ കുറച്ച് വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വർക്കും കഴിഞ്ഞ് ജിമ്മും കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എന്നാൽ അപ്പോൾ തന്നെ കൈയോടെ ഒരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ ലേറ്റ് നൈറ്റ് ആയിട്ടൊരു വീഡിയോ എടുക്കുന്നത്. സോ ഇതെന്തെങ്കിലും വിഷയമാവും. കാര്യം ഫാമിലി വ്ളോഗ്സിൽ തന്നെ ചരിത്രം കുറിച്ചിട്ടാണ് അത്ര കണക്കിന് വീഡിയോ വ്യൂസാണ് ആ ഒരു വീഡിയോയിൽ കിട്ടിയിട്ടുള്ളത്. മണിക്കൂറുകൾ കൊണ്ട് 3 മണിക്കൂറും കൊണ്ടൊക്കെ 2 മില്യൺ, ഇപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ 6-7 മില്യൺ വ്യൂസാണ് ആ ഒരു ഫാമിലി വ്ളോഗ്സിന്റെ ചരിത്രത്തിൽ കിട്ടിയത്. അപ്പോൾ റീച്ചിന് വേണ്ടി അവരൊരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്യുവാണെങ്കിൽ തന്നെ റീച്ചിന് വേണ്ടിയാണ് ഈ ഒരു അഭിനയം മുഴുവൻ, സ്ക്രിപ്റ്റ് പ്ലാൻ ആണെങ്കിൽ മുഴുവൻ അവരവരുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമേ ഞാൻ പറയുള്ളൂ. പക്ഷെ അങ്ങനെയൊന്നും തോന്നുന്നില്ല കണ്ടു കഴിഞ്ഞാൽ. കാര്യം ഇത്രയും വലിയ മണ്ടന്മാരൊന്നും അല്ലല്ലോ ഇങ്ങനെ റീച്ചിന് വേണ്ടി ജീവിതം വെച്ച് കോഞ്ഞാട്ടി ആടാൻ വേണ്ടി. കാര്യം ലോകം മുഴുവൻ ഈ കാര്യം അറിഞ്ഞു. ഇനി അച്ഛനും അമ്മയും അനിയനൊക്കെ എങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കുക? റീച്ചിനും പൈസക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ? പക്ഷേ കൈസ് എന്തെല്ലോ ഒരു ദുരൂഹതകളുണ്ട് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ. വെറുതെ ഒരിക്കലും മൃദുല ചേച്ചിന് ഇവരും തമ്മിൽ വീട്ടിലൊരു ഇഷ്യൂ ഉണ്ടാവില്ലല്ലോ. അതായത് ഒരു കൈ ഇങ്ങനെ അടിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവുമല്ലോ, അപ്പുറയുന്ന ഒരു കൈ വന്നിങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ അല്ലേ സൗണ്ട് ഉണ്ടാവുക. അപ്പോൾ ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടാവേണ്ടതാണ്. സോ ഞാൻ ഹരിയാണനായി കണ്ടപ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കൊച്ചുവിൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ പുതിയ അഭിനയം അല്ലെങ്കിൽ ഓസ്കാർ ലെവൽ വീഡിയോ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ വന്നാലാണ് നമുക്കിതിനൊരു കൺഫർമേഷൻ കിട്ടുക. നിലവിൽ തെളിവ് സഹിതം പ്രവീണരുടെ മിത്ര ചേച്ചിയും അപ്പനും അമ്മയും എല്ലാം ഓടിക്കുന്ന വീഡിയോ തെളിവ് സഹിതം ഇട്ടുകൊണ്ട് നമുക്കിപ്പോൾ അവരാണ് ശരിയെന്നേ പറയാൻ പറ്റുള്ളൂ. സോ വെയിറ്റ് ആൻഡ് സീ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നോക്കാം എന്താവും എങ്ങനെയാവും. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കുറേ അധികം കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കുറേ പേര് ISL വേൾഡ് കപ്പ് ടീം പോലെ ആരൊക്കെയാണ് മൃദുല ചേച്ചീൻ്റെ കൂടെ, ആരൊക്കെയാണ് കൊച്ചുവിൻ്റെ കൂടെ വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ വേൾഡ് കപ്പാണ്? സോ എന്തായാലും ലോകം അറിഞ്ഞ ഫാമിലി വ്ളോഗ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വൈറലായ ഒരു ടോപ്പിക്ക് വേറെ ഉണ്ടാവില്ല. പക്ഷെ എന്തായാലും അവർക്ക് നല്ല മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ട് റെക്കോർഡായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് പൈസയൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയുള്ള കളികളാണെന്നാണ് കുറേ പേര് പറയുന്നത്. പക്ഷെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാര്യം നമ്മൾ അറിയാത്ത കാര്യത്തെ പറ്റി അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഇപ്പം നിലവിൽ നമുക്ക് വീട്ടുകാർ അത്രയും ക്രൂരത കാണിച്ച ഒരു ക്ലിപ്സ് നമുക്ക് തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയി അറ്റ്ലീസ്റ്റ് ഡെലിവറി ആയ ചേച്ചിയാണെന്ന് ചിന്തിക്കാതെ ഇതാക്കിയിട്ടുണ്ട്. അത് കേസാക്കി അത് വലിയ ഇഷ്യൂ ആവും. അതാക്കുന്നുണ്ടോ ഇല്ലോ എന്നൊന്നും അറിയില്ല, അത് അവരെന്തെങ്കിലും ആക്കട്ടെ. പിന്നെ അവൻ്റെ അമ്മയൊക്കെ അച്ഛനും അമ്മയും ഓസ്കാർ കിട്ടേണ്ട രീതിയിൽ വന്ന് അഭിനയിച്ച്, പക്ഷേ ആ അഭിനയമൊക്കെ വെറും ഉടായ്പാണെന്ന് തെളിവ് സഹിതം ഈ മോൻ്റെ വീഡിയോ അല്ലെങ്കിൽ അവരുടെ വീഡിയോ കണ്ടപ്പോൾ തെളിവ് സഹിതം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ക്ലിപ്സ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല, നമ്മുടെ റീസെൻ്റ് ചെയ്ത് കഴിഞ്ഞ വീഡിയോ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഗൈസ് വെയിറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് ഫുൾ ആക്റ്റീവാണ്. ഡെയിലി വ്ളോഗ്സ്, കാര്യങ്ങൾ, റിയാക്ഷൻസ്, ജിം വ്ളോഗ്സ്, കാർ മോഡിഫിക്കേഷൻ, മിക്സ്ഡ് ആയിട്ട് എല്ലാം നമ്മുടെ ഈ ഒരു
ഫ്രീ കരി ബ്ലോഗ്സിൽ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചേക്കുക, വെയിറ്റ് ചെയ്യുക. അതുപോലെ പിന്നെ എനിക്കൊരു ഉപദേശിച്ച ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. ഇവരുടെ ഫാമിലി, ഇവരുടെ ഇഷ്യൂ, അവരത് എന്തെങ്കിലും ആക്കട്ടെ, ഫുൾ ടൈം നമ്മൾ അതിൻ്റെ പുറകെ നടന്ന് നമ്മൾ നമ്മുടെ ലൈഫ് കളയാതിരിക്കുക. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് ടൈം ഇതൊക്കെ എന്താണ് നോക്കി വിടുക. ഫുൾ ടൈം അതെന്താണ് അവരെന്താണെന്ന് നോക്കി നടക്കേണ്ട കാര്യം. അവർ എന്തായാലും നമുക്കൊന്നുമില്ല, പക്ഷെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നോക്കുക. തെറ്റാരുടെ ഭാഗത്താണെങ്കിലും അത് അവർക്ക് അനുഭവിക്കേണ്ടി വരും. സോ ഫുൾ ടൈം നിങ്ങൾ അതിൻ്റെ പുറകെ നടക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയായി നടക്കുക. അല്ലാതെ അവരിപ്പോൾ എന്തെങ്കിലും ആക്കട്ടെ, അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഇനി ലക്ഷക്കണക്കിന് പൈസ കിട്ടും ഇത്ര വ്യൂസൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യം കൂടെ നോക്കുക. വെയിറ്റ് ചെയ്യുക, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീട്ടിൽ പോകാം. വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ അടിച്ച് പവറാക്കാം. സോ ഇനി എന്തെങ്കിലും അവരുടെ വീഡിയോയിൽ ബാക്കി വ്ലോഗ്സ് വന്നാൽ നമുക്ക് മനസ്സിലാക്കാം എന്താണെന്ന്. ടേക്ക് കെയർ, ലവ് യു ഗൈസ്.